ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർ ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് പല സമയങ്ങളിലും ചില മനുഷ്യർ ഹോപ്പ്ലെസ് ആകുന്നു. ഹോപ്പ്ലെസ് ആകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ വരും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിനൊരു ഹോപ്പുണ്ട്, അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഇവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇവരുടെ മൈൻഡ് ഡിസ്റ്റർബാണ്. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവരുടെ മനസ്സിൽ 24 മണിക്കൂറും ഉള്ളത്. ഇവിടെ നിങ്ങളുടെ മെമ്മറീസ് കാരണമാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് തോന്നുന്നത്. കാരണം ഇവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ മറക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലോ 24 മണിക്കൂർ ഇവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇവിടെ എത്ര തന്നെ ഇവർ ശ്രമിച്ചിട്ടും ഇവരുടെ മൈൻഡിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ബ്ലോക്ക് ചെയ്തു, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാക്കി നിങ്ങൾ, എന്നിട്ട് പോലും ഇവർക്ക് സാധിക്കുന്നില്ല. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് ട്രിഗർ വരുവാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ മറ്റൊരാളുമായിട്ട് ബന്ധം വച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ല എന്നെ ഉപേക്ഷിച്ച് എൻ്റെ പേഴ്സൺ വേറൊരാളുമായിട്ട് ബന്ധം വയ്ക്കുന്നു എന്ന്. അതിനു വേണ്ടി മനഃപൂർവ്വം ഇവർ അങ്ങനെ വരെ ചെയ്തു നോക്കി, എന്നിട്ടും ഇവർക്ക് പറ്റുന്നില്ല നിങ്ങളെ മറക്കുവാൻ. ഇവിടെ ഇവർക്ക് മനസ്സിലാകുന്നില്ല, ടെക്നോളജി യൂസ് ചെയ്ത് നിങ്ങൾ എത്ര തന്നെ ബ്ലോക്ക് ചെയ്താലും മനസ്സിൽ നിന്നുള്ള ഇഷ്ടം, അതായത് ഹൃദയത്തിലുള്ള ഒരു ഇഷ്ടം, അതിനെ ബ്ലോക്ക് ചെയ്യാൻ ആർക്കും സാധിക്കയില്ല എന്നിവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ലവ് ലൈഫിൽ കുറേ ആൾക്കാർ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീമാണ് കാണുന്നത്. ഇവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇമാജിൻ ചെയ്യുന്നത്. സ്വയമായിട്ട് ഇവർ ഇവരെ തന്നെ ഹീലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ പാസ്റ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുമായിട്ടുള്ള ആ ഒരു മെമ്മറീസ് തന്നെയാണ് ഇവരുടെ ഓർമ്മയിൽ വരുന്നത്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം, അതെല്ലാം തന്നെയാണ് ഇവരുടെ ഓർമ്മയിൽ വരുന്നത്. ഇവിടെ ഇവർ ഉറപ്പായിട്ടും ഒരു ആക്ഷൻ എടുക്കും. കാരണം ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗൈഡൻസ് ഇവർക്ക് കിട്ടുന്നുണ്ട്, ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടിയുള്ള. ഇവിടെ ഈ ഒരു ആക്ഷനെക്കുറിച്ച് നിങ്ങളോടൊന്നും തന്നെ പറയത്തില്ല. ഇവർ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരു മാസ്ക് ഇട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യും, ഇല്ല എങ്കിൽ ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തോന്നണം, അതായത് ഇത്ര ദുഃഖത്തിലായിട്ട് പോലും ഇവർ ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന്. അതായത് നിങ്ങളെ മായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ആയിട്ട് പോലും ഇവർ ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നണം. അതിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഹാപ്പി ആയിട്ട് കാണിക്കും. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ട് മുഖങ്ങളുമായിട്ട് ഇവർ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ വിചാരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം നിങ്ങൾ അത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നു. ഇത് നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു സിറ്റുവേഷനിൽ ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷേ അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആത്മാവ് എന്താണോ അവരോട് പറയുന്നത് അതനുസരിച്ച് എന്തോ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു സിറ്റുവേഷൻ അവസാനിക്കുന്നതാണ്, ഈ ഒരു മോശം സിറ്റുവേഷൻ അവസാനിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ദുഃഖത്തിലാണ്. ചില സിറ്റുവേഷൻസ് റിലീസായിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആ ഒരു വിഷമത്തിലുമാണ് ഉള്ളത് ഇവർ. പക്ഷേ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുന്നതാണ്. ഇവിടെ എന്തോ ഒന്ന് അവസാനിച്ചിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റീബർത്തിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് എന്തോ വലിയ ഒരു ചേഞ്ചിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും പുറത്തു വരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡിവൈൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് ഇവർക്ക് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നതായിട്ടാണ്. അതായത് ഒന്നുകിൽ ഇവർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതായിരിക്കാം ഇവർ ഭയങ്കരമായിട്ട് ബിസി ഷെഡ്യൂളിലാണ് ഉള്ളത്, നിങ്ങൾക്ക് സമയം തരുവാൻ പോലും ഇവർക്ക് പറ്റത്തില്ല, അത്രമാത്രം ജോലി തിരക്കാണ് ഇവർക്കുള്ളത് എന്നാണ്.
പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ഇമാജിൻ ചെയ്യുന്നത്. സെക്കൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും ഹാർട്ട് ചക്ര ഇപ്പോഴും ബ്ലോക്കേജസ് ആണ്. അപ്പോൾ നിങ്ങൾ ഹാർട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ്. ഇത് ഹാർട്ട് ചക്ര ഹീലായാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേഷ്യൻസോടെ ഹാർട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ്. ഇവിടെ ആരുടെയൊക്കെ ഹാർട്ട് ചക്രയാണോ ഹീലായിട്ടുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കോണ്ടാക്റ്റും റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. സ്ട്രെങ്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ആണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹാർട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുക. ഇവിടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ ഇവർ ഒരിക്കലും ഇവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യത്തില്ല നിങ്ങളോട്. കൂടാതെ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് കാര്യവും ഫാമിലിയോട് പറയത്തുമില്ല, ആരോടും പറയത്തില്ല. ഇവർ എല്ലാം ഹൈഡാക്കി വെക്കും. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും, നോക്കേണ്ട സിറ്റുവേഷനിലാക്കും. ഒരുപക്ഷെ ഇവർ ഹീലായിട്ടാണ് ഉള്ളത് എങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ കറണ്ട് എനർജി പോലെ തന്നെയാണ് കറണ്ട് ഫീലിംഗും വന്നിരിക്കുന്നത്. നിങ്ങൾ പേഷ്യൻസ് ആയിട്ട് കാത്തിരിക്കേണ്ടതാണ്. കറണ്ട് എനർജിയിലും പേഷ്യൻസോടെ കാത്തിരിക്കണം, ഇതിലും പേഷ്യൻസോടെ കാത്തിരിക്കണം എന്നാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് ആക്ഷൻ റീഡിങ് നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 7 hours റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ ചില ഏഞ്ചൽ നമ്പർ ഞാൻ പറയാം. 777 717 786 8866 144 വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു നമ്പർ ഈ റീഡിങ്ങിന് മുന്നേയായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും കൂടുതലായിട്ട്. ഇവിടെ 2 എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ആൾക്കാരുടെ പാർട്ട്ണർ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഈ ഒരു ആക്ഷൻ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടായിരിക്കും ഇവർ എടുക്കുന്നത്. ഇപ്പോഴും ഇവർ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന സമയം അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇവരുടെ തലച്ചോറിൽ ഒരു കോണിൽ നിങ്ങളുടെ കുറിച്ച് മാത്രമുള്ള ചിന്ത മാത്രമാണുള്ളത്. നിങ്ങളെക്കുറിച്ച് 24 മണിക്കൂർ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റുവേഷൻ ഇംബാലൻസ് ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആദ്യം സിറ്റുവേഷൻ ബാലൻസ് ആക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ആൾക്കാരുമായിട്ട് ഇമോഷണലി കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. അവരുമായിട്ട് എല്ലാ ബന്ധവും ഇഗ്നോർ ചെയ്യുകയോ ഡിറ്റാച്ച്ഡ് ആവുകയോ ചെയ്യും ഇവർ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാനുള്ള ആ ഒരു വൈബ്രേഷനുമാണ് നിങ്ങളുടെ പേഴ്സൺ. ഇനി വരാൻ പോകുന്ന 25 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നു, നിങ്ങളെ കോൾ ചെയ്യുന്നു, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നു എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്കുള്ളതാണ്. ഇനി ഈ ഒരു കാര്യമല്ല നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക, ക്ലിയറായിട്ട് കാര്യം ചോദിക്കുക. നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് കാര്യങ്ങൾ തികച്ചും നല്ല രീതിയിൽ ചോദിക്കുക. നിങ്ങൾ ക്ലാരിറ്റി ആവശ്യപ്പെടുക. നിങ്ങളുടെ പേഴ്സൺ മാരേജിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള വേയിൽ ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വരെ തരും. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ ചക്രാസ് ബ്ലോക്കേജസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ചക്രാസ് ബ്ലോക്കേജസ് മാറ്റി ഹീലാക്കുവാനാണ് നമ്മുടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ സഡനായിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഉണ്ടാകുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചാകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പോസിറ്റീവ് വേയിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വിഷൻ ക്ലിയർ ആയിട്ട് വയ്ക്കുക, കൂടാതെ അലൈൻമെൻറ്റിൽ ഇരിക്കുകയും ചെയ്യുക. അലൈൻമെൻറ്റിൽ ഇരിക്കുവാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങളുടെ കൂടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ബെസ്റ്റായിട്ടായിരിക്കും സംഭവിക്കുന്നത്, നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ മാത്രം ചിന്തിക്കുക. അതുകൊണ്ടാണ് അലൈൻമെൻറ്റിൽ ഇരിക്കാൻ പറഞ്ഞത്. ആരൊക്കെയാണോ അങ്ങനെ ഇരിക്കുന്ന അവർക്ക് നല്ലതേ സംഭവിക്കുള്ളൂ. ആരൊക്കെയാണോ മോശമായ രീതിയിൽ ഇരിക്കുന്ന അവർക്ക് മോശമായിരിക്കും സംഭവിക്കുന്നത്. അന്ധകാരത്തിലിരിക്കുന്നവർക്ക് കൂടുതലായിട്ട് അന്ധകാരമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് പ്രകാശമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പ്രകാശം കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരിക. നിങ്ങൾ ഫിയർലെസ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഫിയർ ആയിട്ടിരിക്കുകയാണെങ്കിൽ അന്ധകാരത്തിൽ മാത്രമേ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചിലപ്പം തോന്നും എല്ലാവരുടെ പാർട്ട്ണർ മെസ്സേജും കോളും ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ വരാത്തത് എന്ന്.
കാരണം നിങ്ങൾ ഇപ്പോഴും ഫിയർ ആയിട്ടിരിക്കുകയാണ്, സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആ ഒരു അന്ധകാരത്തിൽ നിന്ന് പുറത്ത് വന്നു നോക്കൂ. എൻ്റെ ലൈഫിൽ നല്ലത് മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് വന്നു നോക്കൂ. ഉറപ്പായിട്ടും നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. ആ ഫിയറിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക ആദ്യം. നിങ്ങളുടെ ചക്രാസ് ബ്ലോക്കേജസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ സാധിക്കുകയില്ല. കൂടാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോയും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ഷൻ. ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഇപ്പോൾ മോശമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ വിട്ട് കളയുക അതിൻ്റെ വഴിക്ക്. അതായത് അതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട. അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നു, അതിന് അങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട. ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിൽ നിങ്ങൾ പോവുക. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് ഒരിക്കലും നിങ്ങൾക്ക് നിർത്തുവാൻ സാധിക്കുകയില്ല. ഇവയെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ എൻ്റർഫെയർ ചെയ്യാൻ പോകരുത്. എന്താണോ സംഭവിക്കുന്നത് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുക. നിങ്ങൾ സിറ്റുവേഷന് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഹാപ്പി ആകുക ഓരോ സിറ്റുവേഷനിൽ. അതായത് ഹാപ്പിക്ക് പകരം അതിനപ്പുറം ഹാപ്പി, കരയുകയാണെങ്കിൽ അതിനപ്പുറം കരച്ചിൽ, അങ്ങനെ നിങ്ങൾ കാണിക്കാതിരിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് ഒരു സന്തോഷമാണെങ്കിൽ സന്തോഷം ആവശ്യത്തിന്, ദുഃഖമാണെങ്കിൽ ആവശ്യം ദുഃഖം, അല്ലാതെ അതിനപ്പുറം നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എപ്പോഴും ബാലൻസിൽ ഇരിക്കാൻ ശ്രമിക്കുക. നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശമായത്. അത് എത്ര മോശമായിട്ടുള്ള സമയമാണെങ്കിലും അത് ഉറപ്പായിട്ടും അത് കഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അതിനെ ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കഴിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ വളരെ മോശമാണ് തോന്നുന്നു. നിങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അറിയാം നിങ്ങളെക്കാട്ടി മോശം കണ്ടീഷനിലുള്ള എത്ര പേരാണ് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെത് വളരെ ചെറിയ ഒരു മോശം കണ്ടീഷനാണ് എന്ന്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചത് അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. സന്തോഷമായിട്ടിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയാണ്, നിങ്ങളുടെ വീട്ടിൽ പെറ്റുണ്ടെങ്കിൽ പെറ്റുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇത് രണ്ടുമില്ല എങ്കിൽ വെളിയിൽ ചെടികളും മരങ്ങളും ഉണ്ട്, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. ഇതിലെല്ലാം ഭഗവാനുണ്ട്. ഭഗവാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കാരണം നമ്മൾക്ക് 3 മണിക്ക് വിളിച്ചാലും ഭഗവാൻ കേൾക്കും. ഭഗവാൻ എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ കാണുന്നില്ല എങ്കിൽ, കേൾക്കുന്നില്ല എങ്കിൽ, ഏറ്റവും കൂടുതൽ നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഭഗവാനാണ്. നാമജപം ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മൾ എപ്പോഴും ഫോർമാലിറ്റിക്ക് ചെയ്യാൻ പാടില്ല. ഹൃദയം കൊണ്ട് എപ്പോഴും നാമം ജപിക്കുന്നത് നല്ലതാണ്. 10 പ്രാവശ്യം നാമം ജപിച്ചാലും അത് ഹൃദയം കൊണ്ട് നാമം ജപിച്ചതായിരിക്കണം. ഭഗവാൻ അതാണ് ഇഷ്ടം. ഡിവൈൻ പ്ലാനിൽ ഒരിക്കലും നിങ്ങൾ സംശയിക്കരുത് എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളോട്. ഇവിടെ അവർ എന്താണോ കാണുന്നത് അത് നിങ്ങൾക്കറിയത്തില്ല. അവർ എന്താണോ കേൾക്കുന്നത് അതും നിങ്ങൾക്കറിയത്തില്ല. മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഡിവൈൻ എന്ത് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലും അത് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും തരുന്നത് എന്ന് വിശ്വസിക്കുക നിങ്ങൾ. ഇനി ഡിവൈൻ നിങ്ങൾക്ക് എന്താണോ തരാതിരിക്കുന്നത് അതിൻ്റെ പിറകിൽ എന്തെങ്കിലും വലിയൊരു കാരണമുണ്ടാകും. അത് വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ തന്നെ അത് കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാത്തത് എന്ന്. ഇവിടെ ഓരോ വ്യക്തിയും അവരുടെ ഭാഗ്യം സ്വയം എഴുതുന്നു. പക്ഷേ അവർക്ക് അറിയാം അവരുടെ റിയാലിറ്റി എന്താണ് എന്ന്. അവർക്ക് തന്നെ അവരുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് മാറ്റുവാൻ സാധിക്കും അവരുടെ ആ ഒരു കഠിനാധ്വാനം കൊണ്ട്. നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ഭാഗ്യത്തിനെ മാറ്റുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.